ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് സന്ദർശനമാണ് വാർത്തകളിൽ നിറയുന്നത്. സൗദി സന്ദർശനത്തിനിടെ സിറിയയിലെ ഇടക്കാല പ്രസിഡന്റ് ജുലാനിയുമായി ട്രംപ് കൂടിക്കാഴ്ച നടത്തിയതും വലിയ വാർത്താ പ്രാധാന്യം നേടി. മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളുമായി സൗഹൃദം സ്ഥാപിച്ച് മുന്നേറുമ്പോഴും ഇറാനുമായുള്ള യുഎസിൻ്റെ ബന്ധം ഇനി എങ്ങനെയായിരിക്കുമെന്ന ചോദ്യം ഉയരുന്നുണ്ട്. ഇറാൻ അവസാനവട്ട ആണവ ചർച്ചകൾ പൂർത്തിയായി. തുർക്കിയിൽ വെച്ചായിരുന്നു പരോക്ഷ ചർച്ചകൾ പൂർത്തിയായത്. ഇറാനുമായ ഒരു ആണവ കരാറിൻ്റെ അടുത്തെത്തിയെന്നാണ് ട്രംപ് പ്രതികരിച്ചത്. പ്രത്യേക മിഡിൽ ഈസ്റ്റ് പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് ഇറാനുമായുള്ള ആണവ കരാറിൻ്റെ ഔദ്യോഗിക നിർദ്ദേശം സമർപ്പിച്ചിട്ടുണ്ടെന്ന് ട്രംപ് വ്യക്തമാക്കി. മിഡിൽ ഈസ്റ്റിൽ നിന്ന് യുഎസിലേക്കുള്ള യാത്ര തുടങ്ങുന്നതിന് തൊട്ടു മുമ്പായിരുന്നു ട്രംപിൻ്റെ പ്രതികരണം. ഈ നിർദ്ദേശത്തിൽ ഉടൻ നടപടിയെടുക്കേണ്ടതുണ്ടെന്ന് ഇറാന് നന്നായി അറിയാമെന്നും ട്രംപ് പറഞ്ഞു. അങ്ങനെ ചെയ്തില്ലെങ്കിൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. എന്നാൽ എന്തൊക്കെയാണ് പ്രത്യാഘാതങ്ങളെന്ന് ട്രംപ് വിശദീകരിച്ചില്ല. സാമ്പത്തിക ഉപരോധങ്ങൾ നീക്കുന്നതിന് പകരമായി ഇറാൻ യുഎസുമായി കരാറിൽ ഒപ്പുവയ്ക്കുമെന്ന് ഇറാനിലെ ഉന്നത ഉദ്യോഗസ്ഥൻ പറഞ്ഞിരുന്നു. ഇറാൻ കരാറുമായി മുന്നോട്ടു പോയില്ലെങ്കിൽ യുഎസ് വീണ്ടും ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമെന്ന് നേരത്തെ ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. അവസാനവട്ട പരോക്ഷ ചർച്ചകൾ പൂർത്തിയാകുമ്പോഴും ട്രംപ് ഇറാനെതിരെ പ്രയോഗിക്കുന്നത് പഴയ സമ്മർദ്ദതന്ത്രം തന്നെയാണ്. സൗദിയും ഖത്തറും UAEയും സന്ദർശിക്കുന്നതിനിടയിലും ഇറാനെ പ്രകോപിപ്പിക്കുന്ന പരാമർശങ്ങളാണ് ട്രംപ് നടത്തിയത്. ഇറാനെ ഭീകരരെ പിന്തുണയ്ക്കുന്ന രാജ്യമെന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത്. ഹൂതികൾക്കും ഹിസ്ബുള്ളയ്ക്കും ഹമാസിനും ഇറാൻ നൽകുന്ന സഹായങ്ങളെ സൂചിപ്പിച്ചായിരുന്നു ട്രംപിൻ്റെ പരാമർശം. നിരവധി തവണ ഇറാനെ ഭീകരതയെ പിന്തുണയ്ക്കുന്നവരെന്ന് ട്രംപ് വിശേഷിപ്പിച്ചിട്ടുണ്ട്. മേഖലയിലെ ഏറ്റവും വലിയ വിനാശകാരികളെന്നാണ് ട്രംപ് ഇറാനെ വിശേഷിപ്പിച്ചത്. ഇറാൻ ഒരു പുതിയ കരാറിന് സമ്മതിച്ചില്ലെങ്കിൽ വളരെ മോശം കാര്യങ്ങൾ സംഭവിക്കുമെന്നും ട്രംപ് താക്കീത് നൽകി. ഇതിനെതിരെ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് ഇറാൻ പ്രസിഡന്റ് പെസഷ്കിയൻ. അതിരൂക്ഷമായ പ്രതികരണമാണ് ഇറാൻ പ്രസിഡന്റ് നടത്തിയിരിക്കുന്നത്. യുഎസുമായി വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന കൃത്യമായ സന്ദേശമാണ് ഇറാൻ നൽകുന്നത്. നമ്മുടെ രാജ്യത്തേക്ക് വന്ന് ഭീഷണിപ്പെടുത്തി തൻ്റെ ആവശ്യങ്ങൾ അംഗീകരിപ്പിക്കാമെന്ന് കരുതുന്ന അത്രയും നിഷ്കളങ്കനാണോ ട്രംപ് എന്നാണ് പെസഷ്കിയൻ ചോദിക്കുന്നത്. നമ്മുടെ അന്തസ്സ് കളഞ്ഞ് ഞങ്ങൾ ഒരിക്കലും ചർച്ച ചെയ്യില്ല. ഇത് ഓരോ ഇറാൻകാരൻ്റെയും രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ്, പെസഷ്കിയൻ പറഞ്ഞു. ഇറാനികളെ താഴ്ത്തിക്കെട്ടാനും രാജ്യത്തിനുള്ളിൽ ഭിന്നത സൃഷ്ടിക്കാനും ട്രംപ് ആഗ്രഹിക്കുന്നുണ്ടെന്നും പെസഷ്കിയൻ പറഞ്ഞു. നിങ്ങളുടെ സ്വപ്നങ്ങളിൽ മാത്രമേ നിങ്ങൾക്ക് ആ ലക്ഷ്യം കൈവരിക്കാൻ കഴിയൂ. ഒരു കരാറിലെത്തിയാലും ഇല്ലെങ്കിലും ഇറാൻ മുന്നോട്ടു പോകുമെന്നും പെസഷ്കിയൻ വ്യക്തമാക്കി. ഇറാൻ ഭീകരതയെ പിന്തുണയ്ക്കുന്നുണ്ടെന്ന് ട്രംപ് പറഞ്ഞതിനെയും ഇറാൻ പ്രസിഡന്റ് വിമർശിച്ചു. 2010-കളിൽ IS ഭീകരർക്കെതിരായ പോരാട്ടത്തിന് നേതൃത്വം നൽകിയ ഇറാനിയൻ കമാൻഡറായ ജനറൽ ഖാസെം സുലൈമാനിയെ വധിക്കാൻ ഉത്തരവിട്ടത് US ആണെന്ന് മറക്കരുതെന്നും പെസഷ്കിയൻ ഓർമ്മിപ്പിച്ചു. 2020-ൽ ബാഗ്ദാദിൽ നടന്ന US ഡ്രോൺ ആക്രമണത്തിലായിരുന്നു ജനറൽ സുലൈമാനിയുടെ ജീവൻ നഷ്ടപ്പെട്ടത്. കഴിഞ്ഞ 47 വർഷമായി നിങ്ങൾ ഇറാനെ മുട്ടുകുത്തിക്കാൻ ശ്രമിക്കുന്നു. ആയിരക്കണക്കിന് വർഷങ്ങളായി ഞങ്ങൾ നിലനിൽക്കുന്നു. ഇനിയും അങ്ങനെ തന്നെ തുടരുമെന്നും പെസഷ്കിയൻ പറഞ്ഞു. US മിഡിൽ ഈസ്റ്റിനെ അസ്ഥിരപ്പെടുത്തുകയും മുസ്ലിം രാഷ്ട്രങ്ങൾക്കിടയിൽ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു. പെസഷ്കിയൻ USനെ ലോകത്തിലെ യഥാർത്ഥ കൊള്ളക്കാരെന്നാണ് വിശേഷിപ്പിച്ചത്. അമേരിക്കയുടെ വിദേശ നയം ഇരട്ടത്താപ്പും യുദ്ധക്കൊതിയുമാണ് അമേരിക്കയുടെ വിദേശ നയമെന്നും പെസഷ്കിയൻ ആരോപിച്ചു. ഇറാൻ ഒരിക്കലും ഭീഷണികൾക്കോ ഉപരോധങ്ങൾക്കോ കീഴടങ്ങില്ലെന്ന് അദ്ദേഹം ഉറപ്പു പറഞ്ഞു. ബാഹ്യശക്തികളെ ചെറുക്കാൻ പ്രാദേശിക ഐക്യം വേണമെന്നും പെസഷ്കിയൻ പറഞ്ഞു.